ചെമ്മീൻ ഷവർമ്മയ്ക്ക് ആദ്യമായി മൈദ 1 കപ്പ്, അതിലേക്ക് 2 സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും സോഡാപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് മാവ് നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. മാവ് ഒന്ന് അയയാൻ വേണ്ടി വെക്കാം. മാവ് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ തടവി കൊടുക്കുക. സൺഫ്ലവർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഈ സമയം കൊണ്ട് നമുക്ക് ചെമ്മീൻ വേവിക്കാൻ വെക്കാം. ആവശ്യത്തിന് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ചെമ്മീൻ വേവിക്കാൻ വെക്കാം. ചെമ്മീൻ വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതായുണ്ട്. ചെമ്മീൻ ചെറിയ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇതിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ എടുക്കാം. സവാള, ക്യാബേജ്, തക്കാളി, പച്ചമുളക്, മല്ലിയില. ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ച ചെമ്മീനും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. അതിലേക്ക് 2 സ്പൂൺ സൺഫ്ലവറും ഒഴിച്ച് ചിക്കൻ മസാല 2 സ്പൂണും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഷവർമ്മ ഫില്ല് ചെയ്യുന്നത്. അപ്പോഴേക്ക് നമ്മുടെ മാവ് നന്നായി അയഞ്ഞ് വരും. നന്നായി അയഞ്ഞു വന്ന മാവ് ചെറിയ ബോളുകളാക്കി നമുക്ക് ഉരുട്ടി മാറ്റി വെക്കാം. ഇതിൽ ഓരോന്നും നമുക്കെടുത്ത് പൊടിയും ചേർത്ത് നന്നായി പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തീരെ അങ്ങ് കട്ടി കുറച്ചല്ല പരത്തുന്നത്, ഇച്ചിരി കട്ടിയോട് കൂടിയാണ് പരത്തി മാറ്റി വെക്കുന്നത്. അതിനുശേഷം നമുക്കൊരു മുട്ട പൊട്ടിച്ചെടുക്കാം. നന്നായി ചൂടായി വരുന്ന പാനിലേക്ക് നമുക്ക് ചപ്പാത്തി പോലെ ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇട്ട് കൊടുത്ത് ഒരു സൈഡ് വെന്ത് വന്നതിന് ശേഷം നമുക്ക് മാറ്റി വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാവുന്നതാണ്. വെന്ത് വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ്ങും കൂടെ ചേർത്താൽ നമ്മുടെ ചെമ്മീൻ ഷവർമ്മ റെഡി. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചെമ്മീൻ ഷവർമ്മ.